ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇന്നലെ നമ്മൾ ചില അനുനയ നീക്കങ്ങൾ കണ്ടു. ലത്തീൻ കത്തോലിക്ക സമുദായത്തെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നു. മുസ്ലിം ലീഗാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണോ ഇത്തരത്തിലൊരു അനുനയ നീക്കം നടത്തേണ്ടത്? ഈ പ്രശ്ന പരിഹാരത്തിന് മുൻകൈ എടുത്ത് വരേണ്ടത് മുസ്ലിം ലീഗാണോ അതോ ഇവിടുത്തെ സർക്കാർ സംവിധാനമാണോ? തീർച്ചയായിട്ടും അതൊരു നല്ല നീക്കമായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വിഷയം ഇവിടെ സംസാരിച്ചു. അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിദ്യാലയത്തിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അവിടെ നമ്മൾ എന്താ കണ്ടത്? അവിടെയും ഉടനെ തന്നെ മഹല്ല് കമ്മിറ്റി വന്നിട്ടാണ് മാതാപിതാക്കളെ വിളിച്ച് അതല്ലെങ്കിൽ അവിടെ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഈ മഹല്ല് കമ്മിറ്റിക്ക് എന്താ റോള്? കുട്ടികള് വിദ്യാലയത്തിൽ പഠിക്കാൻ വിടുമ്പോൾ അത് വിദ്യാലയത്തിൽ അവിടെ ഒരു റോള് വരുന്നത് മാതാപിതാക്കൾക്കും ആ സ്കൂൾ അധികൃതർക്കുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഇവിടെയും അനുനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ആവശ്യം എന്താണ്? ഇനി അങ്ങനെ അനുനയിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അനുനയിപ്പിക്കേണ്ടത് ആരെയാണ്? സത്യത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ കണ്ടിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ആ നാട്ടുകാരെ അല്ലല്ലോ അനുനയിപ്പിക്കേണ്ടത്, വഖഫ് ബോർഡിനെയല്ലേ അനുനയിപ്പിക്കേണ്ടത്. അപ്പൊ മുസ്ലിം ലീഗ് ശരിക്കും അനുനയിപ്പിക്കാൻ വേണ്ടി വന്ന് ഇരിക്കേണ്ടത് ആരുടെ മുന്നിലാ? വഖഫ് ബോർഡിനാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ രാജ്യത്ത് ഇത് ശരിയായ രീതിയാണോ നിങ്ങൾ ഈ എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അനുനയിപ്പിക്കേണ്ട ബാധ്യതയല്ലേ ശരിക്കും ഇവിടെ ഉള്ളത്? അങ്ങനെയല്ലേ നമ്മൾ കാണുക. ഈ അനുനയം എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ അത് ഇവർ ചെയ്തത് വീണ്ടും അത് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് പറഞ്ഞു. കാരണം ഇത് വീണ്ടും ഇതിനകത്ത് മതങ്ങൾക്കാണ് റോള്, ഇവിടെ ഈ മത നിയമങ്ങൾക്കാണ് റോള്, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾക്കാണ് റോള്. അതല്ലാതെ മതേതരമായ കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിവിൽ റൈറ്റ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രീതിയിൽ ഇതിനൊരു പ്രശ്നപരിഹാരമല്ല ഇവിടെ വില പോവുക എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതിനും അവരുടെ അത്തരം റോളുകൾ സമൂഹത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോളും ഇല്ലാതെയാക്കേണ്ട ആളുകളെ വീണ്ടും വീണ്ടും അവർക്കാണ് ഇവിടെ പങ്കുള്ളത് എന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും കൂടിയല്ല ഇവിടെ ചെയ്യുന്നത്. എന്തിനാണ് ഇതിന് നിൽക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇതില് പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണപക്ഷത്തിനാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്. കാരണം അവരാണ് ഭരണപക്ഷത്തിന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ആളുകൾ. ഇന്നിപ്പോ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളായിട്ട് ഇരിക്കേണ്ട ആളുകൾ പോലും ഇവരോടൊപ്പം നിന്നിട്ട് ഇതിനെ അമെന്റ്മെന്റിനെതിരെ നിയമം അത് റെസൊല്യൂഷൻ പാസ്സാക്കുന്ന തിരക്കിലാവുമ്പോൾ പിന്നെ എങ്ങനെയാണത് അവർ ചൂണ്ടിക്കാണിക്കുക? അപ്പൊ ഇവർ രണ്ടുപേർക്കും വേണ്ടത് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന സാധനം ആയതുകൊണ്ട് രണ്ടു കൂട്ടരും മത്സരിക്കുന്നു അതിനു വേണ്ടിയിട്ട്. അതേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതായത് താങ്കൾ ആദ്യം പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ട്. മതം എന്ന് പറയുന്ന ഒരു സെന്റർ പോയിന്റിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആരാണ് എന്നത് ഇന്നത്തെ ഇന്നലെ നടന്ന അനുനയ നീക്കത്തിലൂടെ തന്നെ വളരെ കൃത്യമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അനുനയം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിനകത്തൊരു റോളില്ലാത്ത വിഷയമാണ്. കാരണം ഇതൊരു സിവിൽ നിയമം, അത് സിവിൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാകുമ്പോൾ ഇത് കോടതികളിലൂടെ പരിഹാരം കണ്ടെത്താം, ഗവൺമെന്റ് ഇടപെടലിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണ്. അതിനു പകരം ഇത് മതമേലധ്യക്ഷന്മാർക്കും അവരിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി ഇതിനെ തുറന്നിടുമ്പോൾ ഇത് കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇത് തെറ്റായ സന്ദേശം എന്ന് മാത്രമല്ല, ഇവരുടെയൊക്കെ ഈ റോള് അത് വലിയതാണ് എന്നുള്ള ഒരു തെറ്റായ ഒരു ഉറപ്പിക്കൽ കൂടിയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അത് സ്ഥാപിച്ചു കൊടുക്കലും കൂടിയാണ് അവിടെ നടക്കുന്നത്.